യോധ സിനിമയ്ക്കകത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, മോഹൻലാൽ അവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ അവിടെ നിന്നും ചെരിഞ്ഞിങ്ങോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു കുട്ടി അത് നേരെ തൻ്റെ ആ ഒരു കൈയുടെ ഒരു ഫോഴ്സ് വെച്ച് ആ ഗ്ലാസ്സിന് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്നത്. അത് ലാമമാരുടെ ഒരു കഴിവായിട്ടും അവിടെ നേപ്പാളിലെ അതേപോലുള്ള സന്യാസിമാരും ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു എനർജിയെ തന്നെ നമുക്ക് വീണ്ടും നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവന്ന് ഒരു വസ്തുവിനെ അനക്കാനോ മൂവ് ചെയ്യാനോ നമുക്ക് തൊടാതെ കഴിയുമെങ്കിൽ ആ ഒരു കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പവർ? അതാണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരനവധി കാര്യങ്ങൾ ചെയ്യാൻ പോവുക. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇപ്പം നിങ്ങളുടെ മുന്നിലൊന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നമ്മളിപ്പം സിമ്പിളായിട്ട് തന്നെ അത് നമ്മൾ മറച്ചിടുകയാണ് ചെയ്തത് എൻ്റെ ഒരു പവർ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു കാര്യം എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്, ഇതിൻ്റെ കൈക്ക് എങ്ങനെ ഇങ്ങനെ ഒരു പവർ വന്നു എന്നുള്ളതിനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നിങ്ങൾ മെൻ്റലിസത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളും ആ ട്രിക്കുകളും പഠിച്ചിട്ടാണ് നമുക്ക് ഇതിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഹായ്, എല്ലാവർക്കും നമ്മുടെ മെൻ്റലിസത്തിൻ്റെ ചാപ്റ്റർ 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മെൻ്റലിസം എന്താണ് എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ടതായിരുന്നു. മെൻ്റലിസം പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണം എന്നുള്ളതും പലരും ചോദിച്ചു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും പ്രായമുള്ളവരായിരിക്കും, ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കും, ചിലപ്പോൾ കുട്ടികളായിരിക്കും. അപ്പോൾ ഇവർക്ക് ആർക്ക് വേണേലും മെൻ്റലിസം ചെയ്യാം എന്നുള്ളപ്പം പ്രായമുള്ളവർ ചോദിക്കും, ഞങ്ങളിപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യമെന്ന്. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക. പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ പേരക്കുട്ടികളും മക്കളുമെല്ലാം തൻ്റെ അടുത്തേക്ക് കൂടുതലായിട്ട് അടുക്കണം എന്നുള്ളൊരു കാര്യം, ഇല്ലെങ്കിൽ തന്നെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നുള്ളൊരു കാര്യം. ഇങ്ങനെ ഒരു സംഭവം നടക്കണമെങ്കിൽ അവിടെ നിങ്ങളുടെ കയ്യിൽ അമാനുഷികമായി എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരക്കുട്ടികളുടെ മുന്നിൽ നിങ്ങളൊരു കാര്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അവർ അത്ഭുതമായി കാണും. ഇപ്പോൾ നിങ്ങളൊരു മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആയിരിക്കും, എന്നാൽ ഈ ഒരു പെർഫോമൻസും കാര്യങ്ങളും കാണുമ്പോൾ അവർ തന്നെ ചിന്തിക്കും, സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശിയാന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാജിക് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെയാണ് അവർ തന്നെ ചിന്തിക്കും. അവരുടെ ഉള്ളിൽ വരും, കൂടുതൽ നിങ്ങളിലേക്ക് അടുക്കും. എങ്ങനെയാണ് ചെയ്തത്, ഇനിയും ചെയ്യാമോ, അത് എങ്ങനെയായിരുന്നു മാജിക് ചെയ്തത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ, കുറച്ച് ആളുകളുടെ മുന്നിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വലിയ ഹീറോയായിട്ട് തന്നെ മാറുകയാണ്. സിക്സ്ത് സെൻസുള്ള ഒരാൾ ചിന്തിക്കുന്ന കാര്യം, ഒരാളിപ്പോൾ നിങ്ങളൊരു 3 ഒബ്ജക്റ്റ് കൊടുത്തു. ആ 3 ഒബ്ജക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ഒരാൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ പറയുകയാണ്, അയാളുടെ പോക്കറ്റിൽ നിന്നും ഇല്ലെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു കുറിപ്പിൽ നിന്നും നിങ്ങളെടുത്ത് നൂർത്തി കാണിക്കുന്നു. അതേ ഒബ്ജക്റ്റ് തന്നെ, നിങ്ങൾ നേരത്തെ എഴുതി വെച്ചിരിക്കുന്ന അതേ ഒബ്ജക്റ്റ് തന്നെയാണ് അയാൾ എടുക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാമായിരുന്നു അയാൾ ആ ഒരു ഒബ്ജക്റ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. എന്തുകൊണ്ട് അയാൾ മറ്റ് 2 ഒബ്ജക്റ്റുകളും എടുത്തില്ല? അവിടെയാണ് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിൻ്റെ മികവ് വരുന്നത്. അവർ തന്നെ ചിന്തിക്കും, എങ്ങനെ ഞാൻ അത് എടുത്തു, ഇയാളിതെങ്ങനെ നേരത്തെ അറിഞ്ഞു, ഞാൻ ഇതേ എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ചിന്താഗതികളുടെ ഏറ്റവും ഒരു മാജിക്കൽ ലോകത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്കിപ്പം ഒരു സംസാരിക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ മടിയാണെങ്കിൽ, എനിക്ക് നേരത്തെ സംസാരിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ ഈ യൂട്യൂബിൻ്റെ ഇതിലൊക്കെ വന്നപ്പോൾ ഇച്ചിരിയൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അതൊക്കെ ശരിക്കും ഈ മെൻ്റലിസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഈ മെൻ്റലിസത്തിലൊരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പേനയോ ഡയറിയോ എന്തെങ്കിലും ഇരിക്കട്ടെ, നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അതിട്ട് ഇവിടെ ചൊറിഞ്ഞു, അടുത്ത് മോന്തയിലിട്ട് ചൊറിഞ്ഞു, ഇല്ലെങ്കിൽ അതിട്ട് മേത്തിട്ട് ചൊറിഞ്ഞു, അങ്ങനെയൊന്നും ഇരിക്കരുത്. കാരണം നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ, ആ ആളുടെ കയ്യിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരു സമയത്ത് ആൾ പ്രതീക്ഷയായിരിക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം ഇപ്പം എൻ്റെ കയ്യിലേക്ക് തരുമായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം എടുത്ത് അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അയാൾ തന്നെ മനസ്സിൽ പറയും, ദൈവമേ അതെൻ്റെ കയ്യിലേക്ക് തരാതിരിക്കണേ എന്നുള്ളൊരു അവസ്ഥ തന്നെ. അങ്ങനെ ഒരു ഇറിറ്റേറ്റിംഗ് അല്ല നമ്മളൊരു സാധനം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതിൻ്റേതായ ഒരു പ്രസൻറ്റ് മൈൻഡോട് കൂടി തന്നെ ആ റെസ്പെക്റ്റിൽ സാധനങ്ങൾ നമ്മൾ കൊടുക്കുക, അത് കീപ്പ് ചെയ്യുക. നമ്മുടെ മുഖത്ത് ഒരു സ്മൈൽ അതവിടെ ഉണ്ടാകുക തന്നെ ചെയ്യുക. അതൊക്കെയാണ് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പെർഫോമൻസുകൾ കാഴ്ചവെക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അത് നമ്മളൊരു നല്ല പെർഫോമൻസ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ തുടക്കത്തിലേ കണ്ടല്ലോ,
നമുക്ക് ഏതൊരു ഒബ്ജക്റ്റിനെയും ജസ്റ്റ് ഒരു പുള്ളിങ് എന്ന് പറഞ്ഞാൽ കൈയുടെ ഒരു പവർ കൊണ്ട് തന്നെ നമുക്കതിനെ തള്ളി താഴെയിടാം. അങ്ങനത്തെ ഒത്തിരി യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും അനങ്ങാത്ത വസ്തുവിനെ കൈ തൊടാതെ തന്നെ അനക്കി താഴത്തേക്ക് ഇടുന്ന ആ ഒരു അവസ്ഥയൊക്കെ. അതൊക്കെ നിമിഷ നേരം കൊണ്ട് നമുക്ക് കയ്യിലെ ഒരു പവർ വെച്ച് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കതൊക്കെ കണ്ടു കഴിയുമ്പോൾ അതൊക്കെ ഇനി നമ്മുടെ വരും ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു രസം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ കാണിച്ചാണ് ഞാൻ ആ വീഡിയോ. അതും മാത്രമല്ല അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ നിങ്ങൾ പഠിക്കാൻ കിടക്കുന്നു. അപ്പോൾ നിങ്ങളെ ഇന്നൊരു ഒബ്ജക്റ്റ് എങ്ങനെ മറ്റൊരാളെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിനൊക്കെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വേർഡ്സുകളും കാര്യങ്ങളും ഈ ഒരു പഠനത്തിൻ്റെ തിയറികളും ഉണ്ട്. പക്ഷേ ഈ തിയറിയും വാക്കുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് വേണ്ട. ഇതൊന്നും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കില്ല. നിങ്ങൾക്ക് സംഭവം എന്താണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അത് ശരിക്കും പറഞ്ഞു തരാൻ എന്നെയും കൊണ്ട് പറ്റുകയും ചെയ്യും. കാരണം എനിക്കറിയാം എൻ്റെ പ്രേക്ഷകരെ ഇതിൻ്റെ തിയറി വേർഡ്സും ടെക്നിക്കൽ വേർഡ്സും ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് മറ്റുള്ള ഒരാളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങൾക്ക് ആദ്യം ഒരു മടി മാറണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പർ എടുത്ത് നമ്മൾ അവരുടെ കയ്യിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റിക്കി നോട്ടാണ്, ഈ സ്റ്റിക്കി നോട്ട് എടുത്ത് ഒരാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നേരത്ത് ഇത് പിടിച്ച് നോക്കട്ടെ, ഇത് അങ്ങനെയല്ല കൊടുക്കേണ്ടത്. നമ്മൾ ഇച്ചിരി ധൈര്യപൂർവ്വം ഇത് പിടിക്കൂ അങ്ങനെ പറഞ്ഞ് നമ്മളത് കൊടുക്കണം. അപ്പം ആ ഒരു രീതിയിൽ അവരെന്താണെന്നുള്ളത് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ, ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, അങ്ങനെയുള്ള 100 ചിന്താഗതികൾ വരും. അവിടെ നമ്മുടെ പെർഫോമൻസാണ് വലുത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു പെർഫോമൻസ് കാണിച്ചു തരാം. ആ പെർഫോമൻസ് കണ്ടതിന് ശേഷം നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ഒരു പെർഫോമൻസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന ഇത് രേഷ്മയാണ്. അപ്പോൾ രേഷ്മയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് ചോദിക്കുന്നത്. നമ്മളിവിടെ ഇപ്പോൾ ഒരു റിങ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു TV റിമോട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. 3 പ്രൊഡക്റ്റാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ രേഷ്മ, ഞാൻ പറഞ്ഞത് ഇപ്പം രേഷ്മ ഇതിൽ നിന്നും ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം ഒന്ന് ഇമാജിൻ ചെയ്തേ, മനസ്സിൽ ഇമാജിൻ ചെയ്തേ. ഏതെങ്കിലും ഒരെണ്ണം മനസ്സിൽ ഇമാജിൻ ചെയ്യുക. മനസ്സിൽ ഇമാജിൻ ചെയ്തോ. എന്നിട്ട് എൻ്റെ നേരെ നോക്കിയേ, എൻ്റെ നേരെ ശരിക്കും ഒന്ന് നോക്കിയേ. മനസ്സിൽ ഇമാജിൻ ചെയ്ത കാര്യം ഒന്ന്, ഇവിടെ ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീനിൽ രേഷ്മ ഇമാജിൻ ചെയ്ത കാര്യം ഇങ്ങനെ തെളിഞ്ഞു വരുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ, റിമോട്ടാണെങ്കിൽ റിമോട്ട് എന്നുള്ള രൂപമോ ഇല്ല എഴുതുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യൂ. ഇപ്പം മൊബൈലാണെങ്കിൽ മൊബൈൽ ഫോൺ, അതിൻ്റെ രൂപവും ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ രൂപവും കാര്യങ്ങളും തെളിഞ്ഞു വരുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു റിങ് ആണ് എന്നുണ്ടെങ്കിൽ ആ റിങ് ഇഷ്ടമുള്ള രേഷ്മയ്ക്ക് ഇഷ്ടമുള്ള റിങ്ങിൻ്റെ രൂപം മനസ്സിൽ ആലോചിക്കും. അതേപോലെ തന്നെ ആ റിങ് എന്ന് മനസ്സിൽ എഴുതുന്ന പോലെ ഇവിടെ ഈ സ്പേസിൽ എഴുതുന്ന പോലെ ഒന്ന് ചിന്തിക്കുകയൊക്കെ ഒന്ന് ചെയ്തേ. ശരിക്കും അത് ചിന്തിച്ചോ? ഓക്കെ, അത് രേഷ്മ ശരിക്കും മനസ്സിലത് കണ്ടോ? രേഷ്മ ചിന്തിച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് റൈറ്റ് ചെയ്ത് വയ്ക്കുവാണ്. ഓക്കെ, രേഷ്മ ചിന്തിച്ച് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അത് സ്റ്റിക്കി നോട്ടാണ്, നമുക്കിവിടെ വെച്ചേക്കാം. അപ്പം ഞാനിത് ഇവിടെ തന്നെ കവർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം ചെറിയ കാറ്റുണ്ട്, അത് കാര്യം പറന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ പുറത്തൊരു പേനയും വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ രേഷ്മയ്ക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഇഷ്ടമുള്ള ഒരു വസ്തു, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു. റിമോട്ടുണ്ട്, മൊബൈലുണ്ട്, റിംഗ് ഉണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തേ. റിങ്, വേറെ റിമോട്ടുണ്ട്, മൊബൈലുണ്ട്, വേറെ ഏതെങ്കിലും ചോയ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് വേണേൽ സെലക്ട് ചെയ്തോ. റിങ് മാത്രം മതി? അല്ല, വേറെ എന്ത് വേണമെങ്കിലും ഉണ്ട്, സെലക്ട് ചെയ്യാം. വേണം മൈൻഡ് മാറണോ? വേണ്ട. ഓക്കെ, അപ്പം ഞാനിപ്പോൾ രേഷ്മയോട് പറയുകയാണ്, രേഷ്മ ഇപ്പോൾ ഇവിടെ വന്ന് റിങ് സെലക്ട് ചെയ്തപ്പോൾ രേഷ്മ റിങ്ങെ സെലക്ട് ചെയ്യുവോളൂ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ അത് വിശ്വസിക്കുമോ? അതിന് ഞാൻ തെളിവുകൾ തന്ന രേഷ്മ വിശ്വസിക്കുമോ? ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം എഴുതി വെച്ചിരുന്നു. ആ കാര്യം ഞാനിപ്പോൾ ജസ്റ്റ് എടുത്ത് കാണിക്കുകയാണ്. ഇതെന്തെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? റിങ്. കണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും കാണാമെന്ന് വിചാരിക്കുന്നു. റിങ് എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. കാരണം എനിക്കറിയായിരുന്നു രേഷ്മ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഈ റിങ് തന്നെ ആയിരിക്കും എന്നെനിക്കറിയാം. അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കറക്റ്റായിട്ടും ഈ ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം റിങ് തന്നാലേ. താങ്ക്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ
അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പെർഫോമൻസ് വീഡിയോ കണ്ടല്ലോ, രേഷ്മയുടെ അടുത്ത് ഞാൻ പെർഫോം ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് റിംഗ് ഉണ്ടായിരുന്നു, റിമോട്ട് ഉണ്ടായിരുന്നു, മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പം റിമോട്ട്, മൊബൈൽ, റിങ് ഇങ്ങനെയാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് രേഷ്മ സെലക്ട് ചെയ്തത് റിംഗ് ആയിരുന്നു. അതേ റിംഗ് തന്നെ ഞാൻ രേഷ്മയുടെ അടുത്ത് നിന്നും ആ റിംഗ് ആണെന്നുള്ളത് ഞാൻ നേരത്തെ എഴുതി തന്നെ അവിടെ മുന്നിൽ വെച്ചിരുന്നു. രേഷ്മ എടുത്തത് റിംഗ് ആണ്. എന്തുകൊണ്ടാണ് രേഷ്മ റിംഗ് എടുത്തത്? എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഒരു പേര് എഴുതി വെച്ചത്? എനിക്ക് രേഷ്മയുടെ കണ്ണിൽ നിന്നും രേഷ്മ ആ ഉദ്ദേശിച്ച വാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിലവിടെ റിങ് റിങ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, അത് എനിക്ക് എഴുതി വെക്കാനായിട്ട് പറ്റിയോ എന്നുള്ളതാണ് ഇനി ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടി എന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ ആ ഒരു ഇപ്പം ഞാൻ ചെയ്ത ആ ഒരു മാജിക്ക് അതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ എൻ്റെ കയ്യിലൊരു നോട്ടുണ്ട്. അതുപോലെ തന്നെ പാമ്പും കോണിയൊക്കെ കളിക്കുന്ന കുറേ കോയിനും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കാറിൻ്റെ കീ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങളോട് ഞാൻ പറയുവാണ് ഒരു ഒബ്ജക്റ്റ് ഉദ്ദേശിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റ് ഈ ഒരു കീ ആണ് എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ റിംഗ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒന്ന് ഉദ്ദേശിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ആ ഉദ്ദേശിച്ച ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രഡിക്ഷൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ആ പ്രഡിക്ഷൻ ഞാനെടുത്ത് അവിടെ മടക്കി വെച്ചു. മടക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു അതിൽ നിന്നും ഒരു കൂട്ടം എടുത്ത് തായെന്ന്. ആദ്യമേ ഉദ്ദേശിച്ചത് ഈ കീ ആണ് എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്നത് കീ എന്നാണ്. KEY കീ എന്ന് ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഞാനൊരു പേപ്പർ ഇവിടെ നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാനിവിടെ വയ്ക്കുകയും ചെയ്തു. അത് മടക്കിയാണ് വെച്ചിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കീ എടുത്തെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, ആ സമയം തന്നെ കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആ പേപ്പർ എടുത്ത് കാണിച്ചിട്ട് പറയുക നിങ്ങൾ ഉദ്ദേശിച്ചത് കീ തന്നെ. ഇല്ലെങ്കിൽ ആദ്യമേ നമ്മൾ പറയുക നിങ്ങൾ ഈ കീ തന്നെ എടുക്കുമുള്ളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുന്നു. ഇല്ല, വിശ്വസിക്കത്തില്ല. അതിന് ഞാൻ തെളിവുകൾ തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആരും തെളിവുകൾ കൊടുത്താൽ വിശ്വസിക്കും. ആ സമയം നമ്മൾ ആ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു കീ എന്ന വാക്ക്. അവരെടുത്തതെങ്കിൽ അവർ അത്ഭുതപ്പെട്ടു പോകും. ഒരുപക്ഷെ എങ്ങനെ നമ്മളിത് കണ്ടു, അവരുടെ കണ്ണുകളിൽ നിന്നും പഠിച്ചോ എന്നുള്ള കാര്യം. എന്നാൽ അടുത്തത് നിങ്ങൾ ചോദിക്കും അവരെടുത്തത് ഇതോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം. നോർമലി നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ വലത് സൈഡിൽ നമ്മുടെ വലത് കൈയുടെ സ്ഥലത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റ് കീ എന്നാണെങ്കിൽ ആ കീ അവിടെ വെച്ചിരിക്കണം. ബാക്കി 2 പ്രൊഡക്റ്റും ഇവിടെ വെച്ചിരിക്കണം. അപ്പോൾ അവർ നോർമലി ഒരു 50% ഈ കീയിലേക്കാണ് വരുള്ളൂ. പിന്നെ ബാക്കി 25 ആണ് ഈ ഒരു 2 ഒബ്ജക്റ്റിലേക്ക് കൈകൾ പോവുള്ളൂ. അങ്ങനെ ആ ഒബ്ജക്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ ആദ്യം ഇതാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മളിങ്ങോട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. വാങ്ങിച്ചതിന് ശേഷം നമ്മൾ പറയുകയാണ് ഓക്കെ ഇനി 2 ഒബ്ജക്റ്റാണ് ഇരിക്കുന്നത്. ഈ 2 ഒബ്ജക്റ്റിൽ ഇപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് വേണമെങ്കിലും കീ ഇരിപ്പുണ്ട്, അതേപോലെ നോട്ട് പാഡ് ഇരിപ്പുണ്ട്, ഏത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ആ 2 ഒബ്ജക്റ്റിൽ അവർ ഒരു ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എടുത്തു തരികയാണ്. ആ സമയം അവരെടുത്തു തരുന്നത് നോട്ട് പാഡാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യം എടുത്ത് തന്ന സാധനം ഉണ്ടല്ലോ അതും അങ്ങ് മാറ്റി ഈ നോട്ട് പാഡും ആ സമയം മാറ്റിയിട്ട് നമ്മൾ അവരോട് പറയുകയാണ് ഓക്കെ കീയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഇവിടെ ബാക്കിയുള്ളത് കീ മാത്രമാണ്. ഈ കീ തന്നെ നിങ്ങൾ അവസാനം ഇവിടെ എത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങളത് വിശ്വസിക്കൂ എന്ന് നമ്മൾ അവരോട് ചോദിക്കുകയാണ്. ആ ചോദ്യത്തിൽ അവർ തന്നെ അത്ഭുതപ്പെടും. അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ അല്ല അവസാനം നിങ്ങൾ ഈ കീയിലേക്ക് തന്നെ വരുമെന്നുള്ളത് എനിക്ക് നന്നായി അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഒരു പ്ലേസിൽ നിന്നും മാറ്റിയേക്കുക. ഇവിടെ ഒന്നുമില്ല. ആ ഒരു സമയം നമ്മൾ ആ ഒരു പേപ്പർ എടുത്ത് നൂർത്തി കാണിക്കുന്നു കീ നമ്മളിവിടെ എഴുതി വെച്ചിരുന്നത് കീ ആണ്. അതുകൊണ്ട് തന്നെ കീ എന്നുള്ളൊരു പേപ്പർ നമ്മളെടുത്ത് നൂർത്തി കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം നമ്മൾ ഈ ആദ്യത്തെ പ്രോഡക്റ്റ് മാറ്റിയിട്ട് ഈ പേപ്പർ ആണ് അവർ സെലക്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ പേപ്പർ സെലക്ട് ചെയ്തിട്ട് ആദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഈ 2 പ്രൊഡക്റ്റാണ്. അപ്പം നിങ്ങൾ ചോദിക്കും രണ്ടാമത് കീ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ പേപ്പർ അങ്ങ് എടുക്കുന്നു. ആദ്യം ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പാഡ് എന്ന് പറയുക. നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന കീ ആണ്. അപ്പം നോട്ട് പാഡ് നമ്മളെടുത്ത് ഇങ്ങ് മാറ്റി. അടുത്ത ഒബ്ജക്റ്റ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോണം. ഇനി 2 ഒബ്ജക്റ്റാണ് ഇരിക്കുന്നത്. കീ ഇരിപ്പുണ്ട്,
ബോക്സ് ഇരിപ്പുണ്ട്, ഇതിലേത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അവരെടുത്ത് നമ്മുടെ കയ്യിൽ തന്നു. അവരുടെ അടുത്ത് ചിന്ത പോകുന്നത് 100% ഈ 2 ഒബ്ജക്റ്റിനെ പറ്റി മാത്രമായിരിക്കും. ആ സമയം അവർ നമ്മുടെ കയ്യിൽ എടുത്തു തരുന്നത് കീ ആണ് എന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റ് നമ്മൾ വീണ്ടും ഒരു ചോദ്യങ്ങളും ചോദിക്കുക. 100% ഉറപ്പാണല്ലോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബോക്സ് ഇരിപ്പുണ്ട്, ബോക്സിലേക്ക് മാറാം. കീ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്ത കീ ആണ്, ബോക്സ് വേണോ കീ വേണോ എന്ന് ചോദിക്കുക. ആ സമയം അവർ വീണ്ടും പറയുകയാണ് കീ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾ കീ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് ആ സമയം കീയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റേ പ്രോഡക്റ്റ് അങ്ങ് മാറ്റിയേക്കുക. അവിടെ പിന്നെ വേറെ ഒന്നുമില്ല, കീ തന്നെയും മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം കൊടുത്ത് കൺഗ്രാജുലേഷൻസ്, അപ്പോൾ നിങ്ങൾ ഈ കീ തന്നെ സെലക്ട് ചെയ്യും എന്നുള്ളത് ഞാൻ നേരത്തെ അറിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ എടുത്ത് നൂർത്തി കാണിക്കുക. ഇതെങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് മുന്നിലാണ് നമുക്കൊരു സിക്സ്ത് സെൻസ്. അവർ വിചാരിച്ച കാര്യം നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നു, അതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അവർ ഒരു അത്ഭുതത്തോടെ കാണും ഏത് പ്രൊഡക്റ്റാണോ നമ്മളാ തീരുമാനിക്കേണ്ടത്. മാക്സിമം വലത് സൈഡിലിരിക്കുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്യുക. ഇതിൻ്റെ ഈ ഒരു വാക്കാണ് ശരിക്കും ഫോഴ്സിങ് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിക്കുകയാണ് ഇന്ന പ്രൊഡക്റ്റാണ് എടുക്കേണ്ടതെന്ന്. അവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നമ്മളാണ്, അവരെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കീ ആണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ കീ എന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചു. ആദ്യത്തെ പ്രൊഡക്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ പ്രൊഡക്റ്റ് പേപ്പറാണ് എടുത്തെങ്കിൽ പേപ്പർ നമ്മൾ മാറ്റി. അതിനുശേഷം 2 പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. അടുത്തത് അവർ ഇതും എടുത്തു തരുവാണെങ്കിൽ ഓക്കെ അതും മാറ്റി. പിന്നെ നമ്മൾ കീ മാത്രം, ഓക്കെ കീ മാത്രം, നിങ്ങൾ അവസാനം കീയിലേക്ക് വന്ന് ചേരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് നമ്മൾ പറയുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് എടുത്തു, അടുത്തത് നമ്മൾ ബോക്സ് ഇരിപ്പുണ്ട് കീ ഇരിപ്പുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവർ പറയുകയാണ് കീ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ബോക്സ് ഇരിപ്പുണ്ട് കീ ഇരിപ്പുണ്ട്, വേണേൽ ഒന്നും കൂടെ സെലക്ട് ചെയ്യാമെന്ന് നമ്മൾ വീണ്ടും ഇരുത്തി പറയുമ്പോൾ അവർ പറയുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് അവർ ഓർത്തിട്ട് പറയും വേണ്ട കീ തന്നെ മതി എന്നങ്ങ് പറയും. അങ്ങനെ പറയുമ്പോൾ എന്താണ് ഉപദേശം? നമ്മൾ പെട്ടെന്ന് തന്നെ ഓക്കെ നിങ്ങൾ കീ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിങ്ങെടുത്ത് മാറ്റുന്നു. 3 പ്രൊഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യായിരുന്നു. നിങ്ങൾ കീ തന്നെ സെലക്ട് ചെയ്തു, ഓക്കെ എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ ആ കീയുടെ ആ ഒരു എഴുതിയിരിക്കുന്നത് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണേലും ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ഫോഴ്സിങ് എന്നൊരു മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്നത് ഇങ്ങനെ എടുത്ത് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരാദ്യം നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു വസ്തുവാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന കീ ആണെങ്കിൽ വേറൊരു വസ്തുവാണ് എടുത്തു തരുന്നതെങ്കിൽ ആ വസ്തുവിനെ അപ്പോഴേ നമ്മൾ മാറ്റിക്കണം. ഇങ്ങോട്ട് നമ്മൾ മാറ്റി, അവിടെ അത് സീനിലില്ല. പിന്നീടുള്ളത് ഈ കീയും ഇതും മാത്രമേ ഉള്ളൂ. അവർ കീ എടുത്ത് തന്നാൽ ഇതിനെയും അടുത്ത് മാറ്റിയിട്ട് കീ നിങ്ങൾ സെലക്ട് ചെയ്തു എന്നാണ് പറയേണ്ടത്. അടുത്തത് നിങ്ങൾ ഇപ്പം ഈ ഒരു ബോക്സാണ് സെലക്ട് ചെയ്തതെങ്കിൽ ബോക്സ് എടുത്ത് മാറ്റിയിട്ട് ഓക്കെ ലാസ്റ്റ് വന്നത് കീ തന്നെ, കീയിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ കാര്യം കഴിഞ്ഞു. നിങ്ങൾ അവരുടെ മുന്നിൽ സിക്സ്ത് സെൻസ് ഉള്ള ഒരാളായി മാറുക തന്നെ ചെയ്തു. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ആരുടെ മുന്നിലും എവിടെയും വെച്ച് ചെയ്യാം. ഈ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഒരാളുടെ അടുത്ത് ഒരു പെർഫോമൻസ് ചെയ്യുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു 5 പേര് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ 5 പേരുടെ മുന്നിലും വെച്ചും ഇത് ഓപ്പണായിട്ട് ചെയ്യാം. പക്ഷേ രണ്ടാമത് നിങ്ങൾ ആ 5 പേരുടെയും മുന്നിൽ ഇത് ചെയ്യരുത്. കാരണം ഈ ഒരു ട്രിക്കിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ അടുത്ത് വീണ്ടും അത് ചെയ്യുമ്പോൾ അവരത് കണ്ടുപിടിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ വീട്ടുകാരുടെ അടുത്തത് ചെയ്യുക. വീട്ടുകാരുടെ അടുത്ത് ചെയ്യുമ്പോഴും ഓരോരുത്തരെ വിളിച്ചത് ചെയ്യാനായിട്ട് നോക്കുക. എല്ലാവരെയും കൂടി ഒരുമിച്ചിരുത്തി ചെയ്താൽ പിന്നീട് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരാളുടെ മുന്നിലാണ് പോയിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു കൂട്ടം ആൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നത്, അവിടെ സാൾട്ട് ഇരിപ്പുണ്ട്, ഇല്ലെങ്കിൽ പെപ്പർ ഇരിപ്പുണ്ട്, പിന്നെ വേറെ ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട്. അങ്ങനെയുള്ള കൂട്ടങ്ങൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സാൾട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങളവിടെ സാൾട്ട് പ്രഡിക്ഷൻ എഴുതി അവിടെ വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ അടുത്തയാളുടെ പോക്കറ്റിൽ നിങ്ങൾ വെച്ച് കൊടുത്തു പ്രഡിക്ഷൻ എന്താണെന്നുള്ളത്. ഇതേ രീതിയിൽ തന്നെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ വീണ്ടും നിങ്ങൾ റിവേഴ്സ് ചെയ്ത് കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ സംശയങ്ങൾ അവിടെ അവസാനിക്കത്തുള്ളൂ. അപ്പോൾ ക്ലിയറായി എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ
ഇന്നത്തെ ചാപ്റ്റർ 2 ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാ ഫോഴ്സ് പവറും എല്ലാ രീതിയിലുള്ള മെൻ്റലിസത്തിൻ്റെ അങ്ങേയറ്റത്തേക്കുള്ള വീഡിയോ, മൈൻഡ് റീഡിങ് വരെ, അതുവരെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. ഇനി അങ്ങോട്ട് കിടക്കുമല്ലോ ദിവസങ്ങൾ. നിങ്ങൾ ഇനി തൊട്ട് എൻ്റെ ഓരോ സ്റ്റുഡൻസും ഫ്രണ്ട്സും അതേപോലെ എൻ്റെ ഓരോ പങ്കാളികളായി നിങ്ങൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇനി ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളെ ഒരു സ്റ്റേജ് പെർഫോമൻസർ തന്നെയാക്കി ഞാൻ മാറ്റിയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടാറ്റ.